നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! നമ്മുടെ കാൽ മനോഹരമാണോ? നന്മയാണോ സുവിശേഷിക്കുന്നത്? ഇന്ന് പകൽ വചനം കേട്ടുമാണോ ഇരിക്കാനല്ല. ഇന്ന് പകൽക്കാലം ഒരു ദൈവിക ശക്തിയുടെ നിറവ് പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ നാം കടന്നു പോകാൻ പോകുക. അല്പസമയം വചനം വെച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുമെന്ന് കാണും. അവൻ സമ്പന്നനാണ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിയനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പോകും? ഇന്ന് പകൽ അതാണ് നിങ്ങളോടുള്ള ദൂത്. അടിയനെ അയക്കണമേ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നെ ഭവിക്കട്ടെ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം! ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് എഴുന്നേൽക്കാം. ഇരിക്കുന്ന ഇരിപ്പിൽ എഴുന്നേറ്റൊന്ന് പ്രകാശിക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് തയ്യാറുണ്ട്? അങ്ങനെയുള്ള സഹോദരിമാർ ദൈവസ്ഥലത്ത് എഴുന്നേറ്റാട്ടെ. അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ആരാധിച്ച് മഹത്വം കൊടുക്കാൻ പോകുക. സമർപ്പണമുള്ളവർ എഴുന്നേറ്റാട്ടെ. ദൈവത്തിന് വേണ്ടി പോകേണ്ട സാക്ഷ്യമുള്ളവർ എഴുന്നേറ്റാട്ടെ. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം വേണ്ടിയവർ എഴുന്നേറ്റാട്ടെ. ഇന്ന് പകൽ ഒരു വലിയ ശക്തി ഇവിടെ വ്യാപരിക്കാൻ പോകുക. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ മേലെ പവർ ഒന്ന് പകരണമേ. ഉയരത്തിന് ശക്തി ധരിക്കുവോൾ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 40-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക ശക്തി ഒന്ന് മനസ്സിലാക്കണം. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ, തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം ആക്കുന്നവൻ, ആ ശക്തി മനസ്സിലാക്കുന്നവൻ അടങ്ങിയിരിക്കത്തില്ല. അവനെ ആരോട് തുല്യനാക്കും? അവന്റെ ശക്തിയുടെ അളവത്തെ വലിപ്പം മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് മഹത്വം കൊടുത്ത് അവന് മന്ത്രിയായിരുന്നവർ ആറ്, അവനെ ആരോട് തുല്യമാക്കും? ഭൂമിയുടെ അറുതികൾ സൃഷ്ടിച്ചവർ അവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു. ആരെക്കാൾ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ വീഴും. എങ്കിലും കാത്തിരിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ട് അല്പസമയം ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവികമായ ശക്തിയുടെ ആഴത്തെ വലിപ്പം തിരിച്ചറിയുവാൻ എല്ലാവരും തങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ കർത്താവിന്റെ മേലിൽ അഭിഷേകം ഈ 2010 പകർന്നുകൊണ്ട് നിന്റെ ശബ്ദം ഉയർത്തിക്ക്. പർവ്വതത്തിലോട്ട് പോകാൻ സമർപ്പിച്ച് ധൈര്യത്തോടെ ഭയപ്പെടാതെ ഇതാ ദൈവം വാഴുന്നു. അവൻ ബലശാലിയോ കടന്നു വരുന്നു. ശക്തിയോടെ പോരാ. ദൈവത്തിന് ശക്തി പ്രാപിക്കേണ്ടിവരെ വിട്ടുകൊടുത്ത് ആരാധിച്ച് ആത്മീയമായി മുന്നേറണമെന്ന് ആഗ്രഹമുള്ളവരെ തടസ്സം ചെയ്യുന്ന ഒരു വ്യാപാരം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അവർ ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താൽ ഇന്ന് പകൽക്കാലം പുതിയ അഭിഷേകവുമായി ഒരു പുതിയ ബലവുമായി ആത്മീയമായി മുന്നേറണമെന്ന് ധ്യാനിച്ചിട്ട് മുന്നോട്ട് വിടാതെ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ എനിക്ക് കർത്താവിന് വേണ്ടി പോകണം. ഒരു സുവാർത്താദൂതിയായിട്ട് എനിക്ക് പോകണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ദൈവത്തെ ആരാധിച്ച് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. കാത്തിരിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കൈകന്മാരെ പോലെ ചിറകടിച്ച് അവർ താഴ്ന്നു പോകാൻ ഓടുവാൻ. Oh, glory to Jesus. Hallelujah, hallelujah, hallelujah. താഴ്ന്നു പോകാതെ ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ ഒരു പുതിയ അഭിഷേകവും പുതിയ ബലവും പുതിയ നിറവും ഇന്ന് പകൽക്കാലം വേണ്ടവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പോകാനുള്ളവർ കരങ്ങൾ രണ്ടു കൈയും ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ കർത്താവ് അയച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
The Lord has appointed his people to special witnesses and servants. ആ വലിയ ദൗത്യം ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ഞാൻ പോകും. ഞാൻ കാത്തിരുന്ന ശക്തിയെ പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കരങ്ങൾ ഉയർത്തിയതിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി നിറവും, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവന്റെ ബലത്തിൽ വല്ലഭത്തിൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽക്കാലം ജനത്തിന്റെ മേൽ, സഹോദരിമാരുടെ മേൽ, ന്യായീകരിക്കുന്നവരുടെ മേൽ കർത്താവേ വ്യാപരിച്ച് അവരെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുന്നു. നിന്റെ മേലെ യഹോവ ഉദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ഉറപ്പോടെ പോകുവാൻ സ്വർഗം ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. പകർന്ന അഭിഷേകത്തിന് നിറവിനുമായിട്ട് സ്തോത്രം. കേട്ട ആലോചന ദൈവസേനം ഒരുക്കത്തോടെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഇടയാക്കും. സകല മഹത്വവും മാനം പുകഴ്ചയെല്ലാം എടുക്കും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ചെങ്കടൽ